من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أنا لست خائب الأمل في غروب شمس اليوم أملي في شروق شمس غدا. അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ അവന്റെ ഈ മസ്ജിദിൽ നാം എവരെയും ഒരുമിച്ച് കൂട്ടിയതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അല്ലാഹു നാം എവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ്വ അപരാധങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും കാരുണ്യവാനായ റബ്ബ് അവന്റെ വിശാലമായ കരുണയുടെ പേരിൽ അല്ലാഹു നാം ഇവർക്കും വിട്ടുപുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കുവാനും അവസാനം ഈ നശ്വരവും നൈവിശ്യവുമാകുന്ന ഭൗതിക ജീവിതത്തിൽ നിന്നും വിട പറയുന്ന സന്ദർഭം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമ ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് പൂർണ്ണ മുഅ്മിനായി പൂർണ്ണമായ സത്യവിശ്വാസിയായി സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെട്ട് മരണപ്പെടുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനില്ലാതെയുള്ള മരണങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാൻ നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞ് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ചെന്നണഞ്ഞ നമ്മുടെ മുൻഗാമികൾ അല്ലാഹു എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്യ നാമമായി ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കളിൽ പലരും, ഭാര്യമാർ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബാദികളിൽ പലരും ഇന്ന് ഈ പള്ളിക്ക് ചുറ്റും ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹു അവരുടെ മണ്ണറകളെ മണിയറകളാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിനെ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളുടെ ഒരു മിസൽ സവാബ്, ഒരു ഓഹരി അല്ലാഹു കടാക്ഷപൂരിതമായി അവരുടെ എല്ലാം ഖബറുകളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളിലായി, ബുദ്ധിമുട്ടുകളിലായി, പ്രയാസങ്ങളിലായി ഒക്കെ വീടുകളിൽ കഴിയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും ശമനവും ശാന്തിയും നിർഭയത്വവും എല്ലാം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശിച്ച നിങ്ങളുടെ ഇമാമ് ബഹുമാനായ എൻ്റെ പ്രിയ സുഹൃത്ത് നൗഫൽ അസ്ലം ഉസ്താദ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലിനൊരു ചെറിയ പൊട്ടലുണ്ട്. ഒരു 3 ആഴ്ചയോളം പൂർണ്ണമായി റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശ്രമത്തിലാണ്. അല്ലാഹു ഉസ്താദിൻ്റെ
സംഭവിച്ചു പോയ ആ അപകട അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. എത്രയും വേഗം പൂർണ്ണമായ ശിഫാവും ശമനവും നൽകി പൂർവോപരി ആരോഗ്യവാനായ നിലയിൽ ദീനിന്റെ മണ്ഡലത്തിലേക്ക് കടന്നു വന്ന് ഈ ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുണർത്തുന്നു. സഹോദരങ്ങളെ, ബഹുമാനികളെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നാം നിലനിൽക്കുന്ന ഈ മാസം ഇസ്ലാമിൻ്റെ കലണ്ടർ പ്രകാരം സഫർ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ്. ഇന്ന് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ, അഥവാ വിരളിൽ എണ്ണാവുന്ന തുച്ഛമായ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മിലേക്ക് വന്നു ചേരുന്നത് റബീഉൽ അവ്വൽ മാസമാണ്. ഇൻഷാ അല്ലാഹ് പിറ കാണുന്ന അനുസരിച്ച് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നാം റബീഉൽ അവ്വലിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിന്റെ പ്രത്യേകത കൊണ്ട്, അതിന്റെ ഫള് കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, 1500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുകയും ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ജീവിതം വരച്ചു കാട്ടി ലോകത്ത് ഉദാത്തവും ഉത്തമവുമായ മാതൃക വ്യക്തിത്വമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു വ്യക്തിത്വം ആര് എന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ഒരു ദർശനം എന്നുള്ള നിലയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പരാമർശിക്കുകയും വിമർശന വിധേയമാവുകയും ചെയ്ത മതം, ദർശനം എന്നത് ഇസ്ലാമാണ്. എന്തുകൊണ്ടെന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കാരണം കായ്ഫലമുള്ള മാവേ കല്ലേറ് കൊള്ളാറുണ്ടോ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ മൂല്യങ്ങളുള്ള ഏതൊരു വസ്തുവിനും അതാത് കാലഘട്ടത്തിൽ വിമർശനാത്മകമായ ഒരു സംവിധാനം അത് മനുഷ്യ ഉൽപ്പത്തി മുതൽ മനുഷ്യ നാഗരികത മുതൽ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൂടിയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിൽ കൂടിയും ഒക്കെ വിമർശനാത്മകമായി ചർച്ചകൾ ചെയ്യപ്പെടുമ്പോൾ അതിന്റെ എത്രയോ മടങ്ങ് ആ പ്രവാചകനെ കുറിച്ച് തന്നെ ലോകം സ്തുതിക്കപ്പെടുകയാണ്. ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെ കുറിച്ച് റിസർച്ച് ചെയ്യപ്പെടുകയാണ്. ആ പ്രവാചകന്റെ റബീഉൽ അവ്വൽ ജനനവുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വലിൽ ഏറ്റവും കൂടുതൽ പ്രവാചകനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ആ പ്രവാചകന്റെ പേരിൽ മീലാദ് കോൺഫറൻസുകളും മീറ്റിങ്ങുകളും സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ള അത്ഭുതകരമായ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ദിസ് ഈസ് ദി ഹിസ്റ്ററി ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് നബി അലൈഹിസ്സലാമയുടെ തൂത്തായ സത്യസന്ധമായ ജീവിത ചരിത്രങ്ങൾ ആ ഹെഡിങ്ങിൽ, ആ ശീർഷകത്തിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള നബിദിന സന്ദേശ
മീറ്റിങ്ങുകളും കോൺഫറൻസുകളും യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ സജീവമായി നടക്കുന്നു എന്നുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മളിന്ന് മനസ്സിലാക്കുകയാണ്. കാരണം എന്താണ് സഹോദരങ്ങളെ, ബഹുമാനികളെ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽആലമീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ലോകത്തേക്ക് നിയോഗിച്ചത് സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടാണ്. നമുക്കറിയാലോ, റമദാൻ മാസം മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ, വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന റമദാൻ മാസം. ആ റമദാൻ മാസത്തിൽ എന്താണ് റമദാൻ മാസത്തിന്റെ പ്രത്യേകതയെന്ന് നമുക്കറിയാമല്ലോ. എന്താണ്? ചെറിയ തൈറോയിഡിന്റെ ഇതുണ്ട്, സംസാരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ തൊണ്ട ഡ്രൈയർ. റബീഉൽ അവ്വൽ, റമദാൻ, ഷഹ്റു റമദാൻ. റമദാൻ ഹിജ്റ കലണ്ടർ അനുസരിച്ച് അറബി മാസത്തെ ഒരു സാധാരണ ഒരു മാസമാണ് റമദാൻ. ആ റമദാനിന് എന്തുകൊണ്ടാണ് വിശ്വാസി സമൂഹം ഇത്രയും പ്രാധാന്യം നൽകുന്നത്? എന്താണ് അതിന്റെ പ്രത്യേകത? അല്ലാഹു പറഞ്ഞു, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എന്താണ് ശഹ്റു റമദാനല്ലദീ? റമദാൻ മാസത്തിലാണ് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിച്ചത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്ന പവിത്രമായ നിർണായകമായ രാത്രിയാണ് ഖുർആൻ അല്ലാഹു വാനലോകത്തിന്റെ സർവ്വസീമകളും അറുത്തു മുറിച്ചുകൊണ്ട് ദിവ്യ ദർശനവുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് കടന്നു വന്ന് ഹിറാ ഗുഹയിൽ ധ്യാനനിരതനായിരുന്ന പ്രവാചകന്റെ മുമ്പിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ആ സന്ദേശം ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. അപ്പോഴാണ് ആ റമദാൻ മാസത്തിന് പ്രത്യേകതയായത്. അല്ലെങ്കിൽ റമദാൻ സാധാരണ മാസം മാത്രമാണ്. ഇതുപോലെ റബീഉൽ അവ്വൽ മാസം സാധാരണ 12 മാസങ്ങളിൽ ഒരു മാസം തന്നെയാണ്. ആ റബീഉൽ അവ്വൽ മാസത്തിന് വിശ്വാസി സമൂഹം പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ്? അത് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ടാണ് ആ റബീഉൽ അവ്വൽ മാസം പ്രത്യേകതയാകുന്നത്. റബീഉൽ അവ്വൽ ആഘോഷിക്കാമോ ഇല്ലയോ അത് മറ്റൊരു വിഷയം. നബിതങ്ങൾ ജനിച്ചത് 12-നാണോ 9-നാണോ അത് മറ്റൊരു വിഷയം. റബീഉൽ അവ്വൽ മാസം തന്നെയാണ് ജനിച്ചത് എന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും പണ്ഡിത ലോകത്തില്ല. അപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ചതോടുകൂടി ആ റബീഉൽ അവ്വൽ മാസം പവിത്രമായ ഒരു മാസമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിയാനും അടുക്കുവാനും മനസ്സിലാക്കുവാനും ആക്കിക്കൊടുക്കാനും ഒക്കെ ആ മാസം ലോകത്തിൽ ഇന്ന് മീലാദ് സംഗമങ്ങൾ, മീലാദ് കോൺഫറൻസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലാഹു റബ്ബുൽ ആലമീനാണ്, സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് അല്ലാഹു. അല്ലാഹുവിന്റെ റസൂലോ റഹ്മത്തുൽ ലിൽ ആലമീൻ, അല്ലേ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയ 21-ാമത്തെ അധ്യായം അതിൽ 107-ാമത്തെ വചനമാണ് വമാ അർസൽനാക, നബിയെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വ ലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ. അപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നമ്മുടെ ഫാത്തിഹയിൽ മടക്കി ഓതുന്ന ആയത്താണല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് റഹ്മത്തുൽ ലിൽ ആലമീൻ,
സർവ്വലോകത്തിനും അനുഗ്രഹമാണ്. അള്ളാഹു സൃഷ്ടിച്ച ഭൂമിയും ആകാശവും ചന്ദ്രനും ഗാലക്സികളും പർവ്വതങ്ങളും അതുപോലെ തന്നെ മഞ്ഞും മലയും മഴയും ഇങ്ങനെ സർവ്വ സസ്യലതാദികളും മനുഷ്യരുൾപ്പെടെയുള്ള ജന്തുജീവജാലങ്ങളും ഒക്കെ റബ്ബുൽ ആലമീൻ അള്ളാഹു സൃഷ്ടിച്ചതാണ്. ആ സൃഷ്ടികളിൽ റഹ്മത്ത് എന്ന് പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വ സൃഷ്ടികൾക്കും അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം. അല്ലേ? ആ ജനനത്തിൽ തോന്നിവാസങ്ങളെ കാണിക്കാനല്ല. റബീഉൽ അവ്വൽ 1 ആകുമ്പോ പള്ളിയിലൊന്നും യാതൊരു ബന്ധമില്ലാത്ത കുറെ ആൾക്കാർ പയ്യന്മാർ സെഞ്ചുകളെല്ലാം കൂടെ യാ നബി സലാം അലൈക്കും എന്ന് പറഞ്ഞ് റബീഉൽ അവ്വൽ 1 ഹാജരാകും. എന്നിട്ട് അപ്പുറത്തുള്ള അയ്യപ്പന്റെയോ ഭഗവാനിന്റെയോ കവു മുറിച്ചു കൊണ്ടുവന്നൊരു കൊടി നാട്ടി യാ നബിയും പാടി കുറെ സ്വലാത്തും പാടി റബീഉൽ അവ്വൽ 12 ആകുമ്പോ സലാമി പറഞ്ഞു പോകുന്നതല്ല. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കുവാനും അടുക്കുവാനും ആ ജീവിതത്തെ അനുധാവനം ചെയ്യുവാനും ഒക്കെ പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന മാസമാണ്. റമദാനിന് നമുക്കൊരു പ്രത്യേകമായ ഈമാനും ചൈതന്യം ഉണ്ടാകുന്നത് പോലെ റബീഉൽ അവ്വൽ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക പ്രചോദനം അല്ലാഹുവിന്റെ റസൂലിനെ അറിയാനും അടുക്കുവാനും ഒക്കെ നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആ റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. നമ്മളെല്ലാം ഈമാനുള്ളവരാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈമാനെ അല്ലാഹു പൂർണ്ണമായി അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, ഈ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ആ പ്രവാചകനെ അനുധാവനം ചെയ്യുകയും ചെയ്തത് വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുകും, നിങ്ങളിൽ ഒരാളും പൂർണ്ണ വിശ്വാസിയാകുകയില്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ സമ്പത്തിനേക്കാളും നിങ്ങളുടെ മക്കളെക്കാളും സർവ മനുഷ്യരേക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ആരും തന്നെ പൂർണ്ണ മുഅ്മിനാകുകയില്ല. കണ്ടോ? നമ്മളെല്ലാം നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് നമ്മുടെ ഒരു മദ്രസയിൽ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണെന്ന് വെച്ചാൽ ആദ്യം കുട്ടികൾ പറയുന്നത് ഒന്നി ഉമ്മച്ചി അല്ലെങ്കിൽ വാപ്പച്ചി, അല്ലേ? നമ്മളോട് ചോദിച്ചാലും അങ്ങനെയാണല്ലോ. പക്ഷേ സ്നേഹം വേണം, അതിന് ഒരു ഓർഡർ പറയുന്നുണ്ട്. ആദ്യമായി നമ്മുടെ മനസ്സിൽ കുടിയിരുത്തേണ്ടത് അല്ലാഹുവിനെയാണ്. നാം സ്നേഹിക്കേണ്ടത്, നാം മനസ്സിൽ പ്രതിഷ്ഠിക്കേണ്ടത് നമ്മളുടെ സൃഷ്ടാവായ അല്ലാഹുവിനെയാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓർഡർ നമ്പർ 2 അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. അതാണല്ലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതാണല്ലോ നമ്മുടെ കണ്ടന്റ്, നമ്മുടെ കാതൽ, ബേസ്. അപ്പോ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള സ്നേഹം, രണ്ടാമത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം. അത് കഴിഞ്ഞ് മതി ഉമ്മായും ബാപ്പായും കുടുംബവും ഭാര്യയും മക്കളും ഒക്കെ. അതാണ്. അപ്പൊ ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സർവ്വ മനുഷ്യരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് വരെ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനാകുകയില്ല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ ഉള്ള ആ ഒരു മാസത്തിൽ മാത്രമല്ല, സ്നേഹിക്കുവാനും കൂടുതൽ അടുക്കുവാനുമുള്ള ഒരു മാസമാണ് നമ്മളിലേക്ക് 2 ദിവസം കഴിയുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്ന റബീഉൽ അവ്വൽ. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ആ റബീഉൽ അവ്വൽ മാസം ചെയ്യേണ്ട സുന്നത്തുകൾ, ഐച്ഛികമായ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ സംസാരിക്കാം. അപ്പൊ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും
പ്രചോദനം ലഭിച്ച സ്വഹാബികൾ, അവർക്കാണല്ലോ ആദ്യം ഈമാനിന്റെ അലാമത്തുകൾ ഉണ്ടാകുന്നത്. ഒരു സ്വഹാബി അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ആ സ്വഹാബിയുടെ പരാതി എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയെ എനിക്ക് വലിയ ഇഷ്ടമാണ്, അങ്ങയോട് എനിക്ക് വലിയ പ്രേമമാണ് നബിയേ. എന്റെ ഭാര്യയെക്കാളും എന്റെ മക്കളെക്കാളും എന്റെ സമ്പത്തിനേക്കാളും എന്റെ കുടുംബത്തെക്കാളും എന്റെ സർവ്വ സൗഭാഗ്യങ്ങളെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു പ്രവാചകരെ. എനിക്ക് അങ്ങയോട് വല്ലാത്ത മുഹബത്താണ് നബിയേ. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെടും. അങ്ങയെ വന്ന് കാണുമ്പോൾ എന്റെ മനസ്സ് സന്തോഷിക്കുന്നു പ്രവാചകരെ. ആനന്ദമാണ് നബിയേ, ഈമാൻ കൊണ്ട് തുളുമ്പുകയാണ് നബിയേ. അങ്ങിൽ നിന്നും ഈ റൗള ശരീഫിൽ നിന്നും ഞാൻ ഈ മദീന നബവിയിൽ നിന്നും മസ്ജിദുൽ നബവിയിൽ നിന്നും ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എന്റെ മനസ്സ് വല്ലാത്ത തിടുക്കമാണ് നബിയേ, വല്ലാത്ത വേദനയാണ് നബിയേ. അങ്ങയെ കാണാനുള്ള മോഹമാണ് നബിയേ. അതാണ് ഞാൻ എപ്പോഴും അങ്ങയുടെ അടുക്കലേക്ക് ഓടി വരുന്നത്. അതായിരുന്നു അള്ളാന്റെ റസൂലിന്റെ വ്യക്തിത്വമാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വഹാബികൾ പറയുന്നു, അള്ളാന്റെ റസൂൽ ലോകത്തോട് വിട പറയുമ്പോൾ ഏകദേശം 1.25 ലക്ഷത്തോളം സ്വഹാബികൾ ഉണ്ടായിരുന്നു. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അള്ളാഹു ലോകത്തേക്ക് നിയോഗിച്ചു. അതേപോലെ 1.25 ലക്ഷത്തോളം അനുയായികൾ ഉണ്ടായിരുന്നു, പ്രവാചകന്റെ സ്വഭാവത്തിലും ഭാവത്തിലും അനുകരണത്തിലും എല്ലാം. ആ സ്വഹാബികളിൽ ഓരോരുത്തരും കരുതിയിരുന്നു അള്ളാന്റെ റസൂൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ്. അതാണ് അള്ളാന്റെ റസൂലിന്റെ പ്രത്യേകത. ഒരു പള്ളിയിലെ ഒരു ഇമാം നമുക്കൊന്ന് ആ ഇമാമിന് എന്നോട് പ്രത്യേകമായ ഒരു വാത്സല്യം, ഒരു സ്നേഹമൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ വെച്ച് പുലർത്തുന്നവരുണ്ട്. എന്തെങ്കിലും കൂടുതൽ കൈമടക്കം കൊടുക്കുമ്പോൾ അവരോട് പ്രത്യേക സ്നേഹം കാണിക്കുന്ന ഇമാമിങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ള കറുത്ത വർഗത്തിൽപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹും സൽമാൻ ഫാരിസ് റളിയല്ലാഹു ഉന്നത കുലജാതനായ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹും കറുത്തവരും വെളുത്തവരും ചുവന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവരെല്ലാം കരുതിയത് അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടായിരിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ബിഹേവിയർ അള്ളാഹുവിന്റെ റസൂലിന്റെ പെരുമാറ്റം അങ്ങനെയായി. സഹോദരങ്ങളെ, ബഹുമാനികൾ, ആ റസൂലിന്റെ അടുക്ക വന്ന് സ്വഹാബി പരാതി പറയുകയാണ്, എനിക്ക് അങ്ങേ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം നബിയെ, പക്ഷേ വീട്ടിൽ പോകുമ്പോൾ വല്ലാത്ത വേദനയാണ്. അതാണ് ഞാൻ എപ്പോഴും അങ്ങേ വന്ന് കാണുന്നത്. അതുകൊണ്ട് നബിയെ, ആ സ്വഹാബി ഒരു പരാതി പറയാണ്, നാളെ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലേ, ഞാനും അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് പാത്രമാകും, ഞാനും മരണപ്പെടും. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങും വഫാത്താവും നബിയേ, ഞങ്ങൾ രണ്ടുപേരും മരിക്കുമല്ലോ പ്രവാചകരെ. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അങ്ങ് അന്ത്യപ്രവാചകനാണ്. അള്ളാഹു പ്രത്യേകമായി റഹ്മത്ത് ചെയ്ത പ്രവാചകനാണ്. അങ്ങ് കഴിഞ്ഞുപോയ അംബിയാ മുർസലീങ്ങളോടൊപ്പം സ്വർഗീയ രാജ്യത്ത് ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുമ്പോൾ നബിയെ, ഈ പാവപ്പെട്ട ഈ മിസ്കീനായ ഞാൻ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരറ്റത്തായിരിക്കുമല്ലോ നബിയെ. എന്നെ ആരും ശ്രദ്ധിക്കപ്പെടുകയില്ലല്ലോ നബിയെ. ഇപ്പൊ അങ്ങയെ ഞാൻ കാണുന്നു, അങ്ങയോടൊപ്പം ഞാൻ സഹവസിക്കുന്നു, അങ്ങയുടെ സാമീപ്യം ഞാൻ അടുത്തറിയുന്നു. പക്ഷേ നാളെ പാരത്രിക ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് ഉന്നതമായ സ്ഥാനത്തായിരിക്കുമല്ലോ. ഈ പാവപ്പെട്ടവൻ അവിടെ ഒന്നുമല്ലാതായി തീരുമല്ലോ. അള്ളാഹുവിന്റെ റസൂല് മൗനം ദീക്ഷിക്കുകയാണ്, മറുപടിയില്ല പ്രവാചകന്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ വഹയുമായി ആകാശ ലോകത്തിന്റെ സീമകളെല്ലാം അറുത്തു കുറിച്ചുകൊണ്ട് വാനലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ വഹയുമായി നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. വന്നുകൊണ്ട് ആ സ്വഹാബിയുടെ പരാതിക്ക് പരിഹാരമായി വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 69-ാമത്തെ വചനം അവതരിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സബബുൽ നുസൂലുണ്ട്. ഓരോ ആയത്ത്, ഓരോ ഭാഗങ്ങൾ ഇറങ്ങുമ്പോൾ അതിൻ്റെതായ പശ്ചാത്തലങ്ങളുണ്ട്.
അപ്പൊ ഈ സൂറത്ത് നിസായിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ ഈ 69-ാമത്തെ ആയത്ത് അവതരിക്കുകയാണ്. എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് അതാ വിശുദ്ധ ഖുർആനിലെ വചനം ഓതി കൊടുക്കുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലായിക മഅല്ലദീൻ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 69-ാമത്തെ വചനം. ഈ സ്വഹാബിയുടെ പരാതിക്ക് അതിന് പരിഹാരമായി ഇറങ്ങിയ ആയത്താണ്. എന്താണ്? ഏതൊരുവൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുധാവനം ചെയ്യുന്നുവോ പിൻപറ്റുന്നുവോ അല്ലാഹു അനുഗ്രഹിച്ചവരോടൊപ്പം നാളെ അവൻ സ്വർഗത്തിലായിരിക്കും. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗം? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരോടൊപ്പം, രക്തസാക്ഷികളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, സത്യസന്ധന്മാരായ നാളെ സ്വർഗീയ നിവാസികളായ മനുഷ്യരോടൊപ്പം നബിയെ സ്നേഹിക്കുകയും അള്ളാഹിന്റെ റസൂലിനെ പിൻപറ്റുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന സർവ്വ വിശ്വാസികളും നാളെ പ്രവാചകന്മാരോടൊപ്പം ആയിരിക്കുമെന്ന്. ഈ സ്വഹാബാക്കളും പ്രവാചകന്മാരും അംബിയാ മുർസലീങ്ങളുടെ ആ കൂട്ടമുണ്ടല്ലോ, അവർ എത്ര റഫീഖാണ്, എത്ര മാതൃകാപരമായ സൗഹൃദ ബന്ധം കൂട്ടുകാരാണ്. ഉണ്ടോ? ഈ ആയത്തിറങ്ങിയപ്പോ അള്ളാന്റെ റസൂല് ഒരു ദൂതനെ വിട്ടിട്ട് ആ സ്വഹാബിയെ വിളിച്ചു വരുത്തിയിട്ട് അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ആ സ്വഹാബിക്ക് ഓതിക്കൊടുത്തു. ആ സ്വഹാബിക്ക് സന്തോഷമായി. കാരണം എന്താ? ആ സ്വഹാബിയുടെ വിഷമം അറിഞ്ഞ് അതിന് പരിഹാരം അള്ളാഹു തന്നെ കണ്ടു. അത് പ്രവാചകൻ ഓതിക്കൊടുക്കുകയാണ്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അള്ളാഹിന്റെ റസൂലിനെ കൂടുതൽ സ്നേഹിക്കുകയും അടുത്തറിയുകയും മനസ്സിലാക്കുകയും ആ ജീവിതത്തെ അനുധാവനം ചെയ്യുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. ഇത് ഞാൻ ഖുർആനിന്റെ വെളിച്ചത്തിൽ, ഖുർആനിന്റെ ഭൂമികയിൽ നിന്നാണ് സംസാരിച്ചത്. നമ്മൾ അതിനപ്പുറം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞു, വിമർശിക്കപ്പെടുന്ന വ്യക്തിത്വം അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാര്യം എന്താ? കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു വിമർശനം നടത്തിയാൽ, ഇസ്ലാമിനെ കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ടാണ് ലക്ഷക്കണക്കിന് ലൈക്കുകളും കമന്റുകളും കിട്ടുന്നത്. ഏകദേശം ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞത്, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഏകദേശം 70,000 1 ലക്ഷത്തിനകത്ത് ആൾക്കാർ കാണുകയും ലൈക്കും ചെയ്താൽ 30,000 രൂപ മാസ വരുമാനം ഉണ്ട് എന്നാണ്. യൂട്യൂബുമായി അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് കൊണ്ട് ടൈപ്പ് ചെയ്ത് അതിന്റെ എല്ലാം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ അത് കാണുന്നതനുസരിച്ച്, ലൈക്കുകൾ വരുന്നതനുസരിച്ച്, കമന്റുകൾ അനുസരിച്ച് കൊണ്ട് നമുക്ക് ഫണ്ട് വന്നുകൊണ്ടേയിരിക്കും. അതാണല്ലോ ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുന്നത്. ആൾക്കാർ പെട്ടെന്ന് റീച്ച് ആവും. അപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ അവഹേളിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ ആരാണ് പ്രവാചകനെന്ന് നമ്മൾ ഇസ്ലാമിക ഭൂമികയിൽ നിന്നും ഖുർആനിന്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ മറ്റ് ഇതര സാമൂഹിക പ്രബോധകന്മാർ, അതുപോലെ തന്നെ ചരിത്രകാരന്മാർ, അവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. 1975 ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യണം. 1975 ബെസ്റ്റ് സെല്ലർ, ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകമായിരുന്നു. നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കൂ.
The most influential personalities in history, the greatest 100. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ 100 വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ 1975 അദ്ദേഹം പുറത്തിറക്കിയ ഒരു പുസ്തകം നിങ്ങൾ അത്ഭുതപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. സമയമില്ല, ഏകദേശം ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ ആ ഗ്രന്ഥം, അതുപോലെ തന്നെ ജൂത പണ്ഡിതനായ ജൂലിയസ് മാസ്റ്റർമാൻ, അദ്ദേഹം 1972 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു അഭിപ്രായ സർവേ ആരാഞ്ഞുകൊണ്ട് എഴുതിയ ഒരു ലേഖനമുണ്ട്. അതേക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച നമ്മൾ സംസാരിക്കാം. അപ്പോൾ എന്താണ് പ്രവാചകൻ നമുക്ക് അറിയാൻ കഴിയും. നമ്മളിവിടെ നിന്ന് പറയും പോലെയൊന്നുമല്ല, ഇവിടെ നിന്ന് വിമർശിക്കും പോലെയൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂലിനെ പറയണമെങ്കിൽ നാളുകളെടുക്കും. ഖുർആനിൽ നിന്ന് എന്നെ വർഷങ്ങളോളം പറയുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മെ എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അനുഗ്രഹീതമായ റബീഉൽ അവ്വലിനെ നല്ലവണ്ണം വരവേൽക്കാനും അതിൽ ഒരുപാട് അമലുകൾ ചെയ്യുവാനും, ഏറ്റവും വലിയ നമുക്കറിയാം പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മദ്രസ ഫെസ്റ്റ്, അതുപോലെ തന്നെ ഘോഷയാത്രകൾ, നബിദിന സന്ദേശ റാലികൾ, ദഫുമേളകൾ, അതുപോലെ അന്നദാനങ്ങളൊക്കെ വളരെ പുണ്യകരമാണ്. അത് ഇസ്ലാമിക കൾച്ചറിൽ നിന്ന് ചെയ്യുമ്പോഴാണ്. അല്ലാതെ റബീഉൽ അവ്വൽ ഒന്ന് വരുമ്പോൾ യാ നബി പറഞ്ഞുകൊണ്ട് വരികയും കണ്ടവന്റെ ഒരാളത്തിരിക്കുന്ന കമ്പും കൊടിയൊക്കെ എടുത്ത് വെട്ടി മുറിച്ചുകൊണ്ടെന്ന് അവർ അനുവാദം പോലും ഇല്ലാതെ കൊണ്ടുവന്ന് പള്ളിയുടെ മുമ്പിൽ ഒന്ന് കുത്തിയിട്ട് കൊടി വലിച്ചു ഉയർത്തിക്കെട്ടി പാട്ടും പാടിയിട്ട് പോകലല്ല. ഇടയ്ക്ക് നബിദിനെ ആഘോഷിക്കാൻ വേണ്ടി ഒരു വണ്ടി നിറച്ച് കുറെ പിള്ളേർ പോയി. അവർ പോയത് ഈ ക്രിസ്ത്യാനികളുടെ പള്ളിയുടെ അരികിൽ കൂടെയായിരുന്നു. അപ്പോ അവർക്ക് ഈ യേശു ക്രിസ്തുവിന്റെ ബർത്ത്ഡേ ഇതൊക്കെ വരുമ്പോ, ക്രിസ്മസ് ഒക്കെ വരുമ്പോ അവര് നമ്മള് മുസ്ലിം പള്ളിയിലെ ഘോഷയാത്ര പോകുമ്പോ പള്ളിയിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഉറക്കെ ശ്ലോകമൊക്കെ പറഞ്ഞ് പോകും. അപ്പൊ അതിനെതിരായിട്ട് നമ്മുടെ കുട്ടികള് കുറെ പേര് ഇങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് ക്രിസ്ത്യൻ പള്ളിയിൽ അവിടെ ചെന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്താണ് അവിടെ ചെന്നിട്ട് രാഷ്ട്രീയക്കാർ വിളിക്കും പോലെ അപ് അപ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. മൈശറ നാളിൽ ചെല്ലുമ്പോൾ പല നബിയെ കാണുമ്പോൾ നമ്മളെ നബിയെ മറക്കരുതേ. അപ് അപ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. അള്ളാന്റെ റസൂലന്മാരുടെ ഇടയിൽ അങ്ങനെ വിവേചനം പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കും. അപ്പൊ ഇത്തരം ആവേശ കമ്മിറ്റികൾ ആവേശം കാണിക്കാനുള്ളതല്ല റബീഉൽ അവ്വൽ. ഇൻഷാ അല്ലാഹ് അള്ളാഹു പൂർണ്ണമായി മനസ്സിലാക്കുവാനും ആ റബീഉൽ അവ്വലിനെ വരവേൽക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ ചെയ്യാനുണ്ട്. MK മജീദ് കുടുംബൈശ്വര്യത്തിനും കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ. നബിദിന ആഘോഷങ്ങൾക്കായി കഴിഞ്ഞ വെള്ളിയാഴ്ച ശേഷം വാഗ്ദാനം ചെയ്തവർക്കും ദുആ ചെയ്യുക. സജി അലിയാര് കുഞ്ഞ് 5000 രൂപ. നഫില ഷറഫുദ്ദീൻ 2000 രൂപ. നജീബ് അബ്ദുൽ ജബ്ബാർ 5000 രൂപ. ഷാജഹാൻ SH 2000 രൂപ. അബ്ദുൽ ജബ്ബാർ 1000 രൂപ. സലീം IP 2000 രൂപ. ഇനി ആരെങ്കിലും വാഗ്ദാനം ചെയ്യാനുണ്ടെങ്കിൽ ഇനി ആരെങ്കിലും ഇൻഷാ അല്ലാഹ് നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും സംഭാവനകൾ ചെയ്യാനുണ്ടെങ്കിൽ അറിയിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റിക്കാരുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ ബന്ധപ്പെടും, അതിന് സഹകരിക്കണം എന്നറിയിക്കുകയാണ്. അതുപോലെ തന്നെ SH സലീം കുടുംബത്തിന് ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ. IP സലീം മരണപ്പെട്ട വീട്ടീമ മാതാപിതാക്കൾക്കായി ദുആ ചെയ്യാൻ 500 രൂപ. അതുപോലെ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയായ സക്കീർ ഹുസൈൻ സാഹിബ്, അദ്ദേഹത്തിന് ചെറിയ ശാരീരികമായി അസ്വസ്ഥതയുണ്ടായി, അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ജമാഅത്തിന്റെ നിശ്ചയത്തിനായ ഇമാമ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഒരു ഇൻസിഡന്റ്, ചെറിയൊരു പരിക്ക് സംഭവിച്ചു. അദ്ദേഹത്തിന്റെ കാലിലൊരു പൊട്ടലുണ്ട്. ആ വീഴ്ചയിൽ പൊട്ടലുണ്ടാകുകയും അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പ്ലാസ്റ്ററൊക്കെ ചെയ്തിപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. ഒരു 2-3 ആഴ്ച പൂർണ്ണമായി വിശ്രമം വേണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ആഫിയത്തും ശിഫ നൽകട്ടെ. എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവാനായി പള്ളിയുടെ ഖിദ്മത്തിൽ വന്ന് പങ്കാളികളാണ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ